ഹായ് ഓൾ. മണിക്കൂറുകൾ കാത്തിരിക്കാതെ അരി അരച്ചുടൻ തന്നെ നല്ല പഞ്ഞി പോലത്തെ വെള്ളയപ്പം തയ്യാറാക്കാം. അതും വളരെ എളുപ്പത്തിൽ. എങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള അരി എടുക്കാം. 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം ഇത് കുതിർത്തെടുക്കണം. മിനിമം 4 മണിക്കൂറെങ്കിലും കുതിരാനായിട്ട് വയ്ക്കണം. അതിന് ശേഷമാണ് അരി അരച്ചെടുക്കുന്നത്. അരി കുതിർത്തെടുത്തിട്ടുണ്ട്. നന്നായി കഴുകി കുതിർത്ത അരി മിക്സിയുടെ ജാറിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് ചോറ് ആഡ് ചെയ്ത് കൊടുക്കണം. ഏത് ചോറാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതേ അളവിൽ തന്നെ തേങ്ങയും ചേർത്ത് കൊടുക്കാം. തേങ്ങ കുറച്ച് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇനി 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റും ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്തു. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. 1/4 കപ്പ് ചെറു ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല മിനുസത്തിൽ അരച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്തിട്ടുള്ളതുകൊണ്ട് മാവ് പെട്ടെന്ന് പൊന്തി വരാൻ ഇത് സഹായിക്കും. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അപ്പത്തിൻ്റെ മാവ് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ടെടുക്കാം. തലേ ദിവസം അരച്ച് വെക്കേണ്ട, കപ്പി കാച്ചേണ്ട, സോഡാപ്പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാം. ചൂടായ അപ്പച്ചട്ടിയിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് ചുറ്റിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുത്ത ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മുടെ സോഫ്റ്റ് പഞ്ഞി പോലുള്ളതായ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പഞ്ഞി പോലുള്ള സോഫ്റ്റ് അപ്പമാണ്. വെണ്ടയ്ക്ക കറിയോ അല്ലെങ്കിൽ നല്ല നാടൻ സ്റ്റൂവിനൊപ്പമോ ഇത് കഴിക്കാൻ അടിപൊളിയാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.